കൊലപാതക പരമ്പരകളുടെ ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്ന കർണാടക ധർമ്മസ്ഥലയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ പോലും അതീവ രഹസ്യമായിട്ടാണ്. എണ്ണിയാലൊടുങ്ങാത്ത അസ്ഥികൂടങ്ങളും അസ്ഥികഷ്ണങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സൂചന. അതിനിടെ ധർമ്മസ്ഥലയിൽ SITയുടെ അപ്രതീക്ഷിത നീക്കമുണ്ടായി. കല്ലേരി പെട്രോൾ പമ്പിന് സമീപം ബോളൂർ വനമേഖലയിലെ പരിശോധന നിർണായകമാണ്. മാർക്ക് ചെയ്ത പോയിന്റ് 13-ൽ തെരച്ചിൽ നടത്താതെയാണ് അന്വേഷണ സംഘം സാക്ഷി ചൂണ്ടിക്കാട്ടിയ പുതിയ സ്ഥലത്തേക്ക് എത്തിയത്. ധർമ്മസ്ഥലയിൽ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയ ഇടത്തിലെ തെരച്ചിൽ. മാർക്ക് ചെയ്ത അവസാന പോയിന്റായ 13-ൽ ഇനിയും പരിശോധന നടന്നില്ല. പകരം സാക്ഷി ചൂണ്ടിക്കാട്ടിയ പുതിയ ഇടത്തിലായിരുന്നു SITയുടെ പരിശോധന. 4 മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചുവോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെയായിരുന്നു കല്ലേരി പെട്രോൾ പമ്പിന് സമീപം ബേളൂർ വനമേഖലയിലെ തെരച്ചിൽ. ഇവിടെ നിന്നാണ് ശുചീകരണ തൊഴിലാളി തെളിവിനായി നേരത്തെ തലയോട്ടി കുഴിച്ചെടുത്തത് എന്നാണ് സൂചന. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചായിരിക്കും 13-ാം പോയിന്റിലെ തെരച്ചിൽ. ബംഗളൂരുവിൽ നിന്നാണ് ഭൂഗർഭ റഡാർ എത്തിക്കുന്നത്. കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് സാക്ഷിയുടെ മൊഴി. അതുകൊണ്ട് തന്നെ ഇവിടെ വിശദമായി പരിശോധന നടത്താനാണ് SITയുടെ തീരുമാനം. തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ സ്ഥലത്ത് 24 മണിക്കൂറും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഡി ഗാങ്ങിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. 6 മാധ്യമപ്രവർത്തകർക്കാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളും ഉപകരണങ്ങളും സംഘം നശിപ്പിച്ചു. സംഭവത്തിൽ ഒരാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ധർമ്മസ്ഥല സ്വദേശി സോമനാഥ് സഫല്യയാണ് അറസ്റ്റിലായത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 150ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 7 FIRകളും രജിസ്റ്റർ ചെയ്തു. കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. ജസ്റ്റിസ് ഫോർ സൗജന്യ കൂട്ടായ്മയ്ക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയ കന്നഡ ചാനലിലെ 3 മാധ്യമപ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തു. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18.